ഇന്ത്യ സ്വാതന്ത്ര്യം നേടുന്നതിനു മുമ്പ് 1937 വർഷത്തിലാണ് നമ്മുടെ ഈ സ്കൂൾ സ്ഥാപിതമായത്. തലമുറകളായി അക്ഷരങ്ങളുടെയും അറിവിന്റെയും ലോകത്ത് സമൂഹത്തെ കൈപിടിച്ചുയർത്തിയ നമ്മുടെ ഈ വിദ്യാലയത്തിന് ഒട്ടേറെ സാംസ്കാരിക നിറവുകൾ സമ്മാനിച്ച ചരിത്രമുണ്ട്. മതസൗഹാർദ്ദത്തിന്റെ കേന്ദ്രമായി നാട്ടുകാർ വിദ്യാലയത്തെ കണ്ടിരുന്നു എന്നതിന് തെളിവാണ് തുടക്കത്തിൽ ഓത്തുപള്ളിയായിരുന്ന ഈ വിദ്യാലയം പിന്നീട് സ്കൂളായി മാറിയത്. വിവിധ മാനേജ്മെന്റുകളുടെ കീഴിൽ ഈ വിദ്യാലയം മികച്ച രീതിയിൽ മുന്നോട്ടുപോയി. 2020 കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖലയിൽ ഇന്നത്തെ പുരോഗതിക്ക് വളരെയധികം സഹായകമായ MES നേതൃത്വം ഈ വിദ്യാലയം ഏറ്റെടുത്തത്. അതിനുശേഷം സ്കൂളിന്റെ മികച്ച പുരോഗതിക്കാവശ്യമായ പല മാറ്റങ്ങളും ഇപ്പോഴത്തെ മാനേജ്മെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ആധുനിക സംവിധാനങ്ങളും പുതിയ കെട്ടിട നിർമ്മാണവുമായി മുന്നോട്ടു പോയിക്കൊണ്ടിരിക്കുന്നു. ജൂൺ 2 പ്രവേശനോത്സവം വളരെ ഗംഭീരമായി നടത്തി. പ്രവേശനോത്സവ പരിപാടിയിൽ നവാഗതകർക്ക് പൂച്ചെണ്ടുകൾ നൽകി സ്വാഗതം ചെയ്തു. MES യൂത്ത് വിങ്ങിന്റെ നേതൃത്വത്തിൽ മുഴുവൻ കുട്ടികൾക്കും പഠനോപകരണ കിറ്റും ലഹരിവിരുദ്ധ സന്ദേശം ഉൾപ്പെടുന്ന നെയിം സ്ലിപ്പും നൽകി. കൂടി തന്നെ പുതുതായി ചേർന്ന എല്ലാ കുട്ടികൾക്കും കുടയും നൽകി. പ്രധാനാധ്യാപിക സാബിർ ടീച്ചർ ആശംസകൾ അർപ്പിച്ചതോടൊപ്പം മധുര വിതരണമുണ്ടായി. ജൂൺ 5 പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് പ്രധാനാധ്യാപിക വൃക്ഷത്തൈനട്ട് ഉദ്ഘാടനം ചെയ്യുകയും തുടർന്ന് വിദ്യാർത്ഥികളും അധ്യാപികമാരും ചേർന്ന് വിദ്യാലയ പരിസരത്ത് പലതരത്തിലുള്ള തൈകൾ വെച്ച് പിടിപ്പിക്കുകയും ചെയ്തു. ഷോണിമ ടീച്ചർ പരിസ്ഥിതി പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. ഹരിതസഭയുടെ നേതൃത്വത്തിൽ ചങ്ങാതിക്കൊരു മരം എന്ന പദ്ധതിക്ക് തുടക്കമിടുകയും ചെയ്തു. ബലിപെരുന്നാൾ ആഘോഷവേളയിൽ മൈലാഞ്ചി മുഞ്ചും മെഗാ ഒപ്പനയും ആശംസാ കാർഡ് നിർമ്മാണവും സംഘടിപ്പിച്ചു. മാപ്പിളപ്പാട്ടിന്റെ ഈരടികളോടുകൂടി നടന്ന പരിപാടി ഏറെ ആകർഷണീയമായി. വിദ്യാരംഗം ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ജൂൺ 19 മുതൽ വായനാ വാരാഘോഷം വിപുലമായി നടത്തി. സ്കൂൾ ലൈബ്രറിയിൽ നിന്ന് പുസ്തകങ്ങൾ നൽകിയും വായനാക്കുറിപ്പുകൾ തയ്യാറാക്കിയും കഥകൾ വായിച്ചും വായനയ്ക്ക് പ്രോത്സാഹനം നൽകി. അതോടൊപ്പം ലൈബ്രറിയിലേക്ക് കുട്ടികൾ പുസ്തകങ്ങൾ സംഭാവന നൽകുകയും ചെയ്തു. ജൂൺ 26 ലഹരിവിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് പ്രത്യേക അസംബ്ലി ചേർന്ന് ലഹരിവിരുദ്ധ പ്രതിജ്ഞ ചൊല്ലി. തുടർന്ന് കൊപ്പം ഹെൽത്ത് സെന്ററിലെ JHN ശ്രീമതി പ്രേമ അവർകൾ ആരോഗ്യ ബോധവൽക്കരണ ക്ലാസ് നടത്തി. ജൂലൈ 5 ബഷീർ ദിനം. ബഷീർ കഥകളെയും കഥാപാത്രങ്ങളെയും കുട്ടികൾക്ക് പരിചയപ്പെടുത്തിയും കഥാപാത്ര വേഷങ്ങൾ അണിഞ്ഞും ക്വിസ് മത്സരം നടത്തിയും പരിപാടി ഗംഭീരമാക്കി. ജനാധിപത്യപരമായ രീതിയിൽ സ്കൂൾ പാർലമെന്റ് ഇലക്ഷൻ നടന്നു. ഇലക്ഷനിലൂടെ സ്കൂൾ ലീഡറായി ആയിഷ ദിൽനയെയും ജോയിന്റ് ലീഡറായി റിൻഷ KTയെയും തിരഞ്ഞെടുത്തു. ചാന്ദ്രദിനാഘോഷവേളയിൽ കുട്ടികൾ ചാന്ദ്രദിന പതിപ്പുകൾ, പോസ്റ്ററുകൾ, റോക്കറ്റുകൾ എന്നിവയെല്ലാം തയ്യാറാക്കി ആഘോഷത്തിന് മാറ്റുകൂട്ടി വീഡിയോ പ്രദർശനവും ക്വിസ് മത്സരവും നടത്തി. ഹിരോഷിമ നാഗസാക്കി ദിനത്തോടനുബന്ധിച്ച് പ്രത്യേക അസംബ്ലിയും യുദ്ധവിരുദ്ധ പ്ലക്കാർഡുകൾ ഉപയോഗിച്ചുള്ള റാലിയും സംഘടിപ്പിച്ചു. കുട്ടികൾ പതിപ്പ്, സഡാക്കോ, കൊറ്റി എന്നിവ തയ്യാറാക്കിയിരുന്നു. ക്വിസ് മത്സരവും സംഘടിപ്പിച്ചിരുന്നു. അഗസ്റ്റ് 15 സ്വാതന്ത്ര്യദിനം വളരെ വിപുലമായി ആഘോഷിച്ചു. 9 മണിക്ക് പതാക ഉയർത്തുകയും സ്വാതന്ത്ര്യദിന സന്ദേശം നൽകുകയും ചെയ്തു. PTA പ്രസിഡന്റ്, വാർഡ് മെമ്പർ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ചു. ഹരിതകർമ്മസേനാംഗം കുട്ടികൾക്ക് സ്വാതന്ത്ര്യദിന പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. ദേശഭക്തി ഗാനങ്ങൾ, നൃത്തനൃത്യങ്ങൾ, മധുര വിതരണം എന്നിവ കുട്ടികളെ ആവേശഭരിതരാക്കി. ശിശുദിനത്തിൽ ചാച്ചാജി വേഷം ധരിച്ച് ചുവന്ന റോസാപ്പൂവും തൊപ്പിയും അണിഞ്ഞും കുട്ടികളെത്തിയത് ഏവരെയും ആകർഷിച്ചു. തുടർന്ന് വീഡിയോ പ്രദർശനവുമുണ്ടായി. ക്രിസ്തുമസ്. ടീയും കരോളുമായി ക്രിസ്തുമസ് ആഘോഷത്തെ വരവേറ്റു. ക്ലാസ് മുറിക്ക് പുറത്തുള്ള പുതിയൊരു പഠനാനുഭവം സൃഷ്ടിക്കുന്നതിനായി വിദ്യാലയത്തിലെ അധ്യാപകരും കുട്ടികളും ചേർന്ന് കോഴിക്കോട്ടേക്ക് യാത്ര പോയി. ഈ യാത്ര അറിവിനൊപ്പം ആത്മവിശ്വാസവും കൂട്ടായ്മയും വളർത്താൻ സഹായമായി. റിപ്പബ്ലിക് ദിനാഘോഷത്തോടനുബന്ധിച്ച് പതാക ഉയർത്തുകയും റിപ്പബ്ലിക് ദിന സന്ദേശം നടത്തുകയും ചെയ്തു. സ്കൂൾ വിദ്യാർത്ഥികളുടെ അക്കാദമിക പുരോഗതിയും ശൈക്ഷിക നിലവാരവും മെച്ചപ്പെടുത്തുന്നതിനായി PTA മീറ്റിംഗുകൾ രക്ഷിതാക്കളുടെ സജീവ സാന്നിധ്യത്തിൽ നടത്തുകയും ചെയ്തു. സമഗ്ര വികസനം ലക്ഷ്യമാക്കി ബുൾബുൾ പ്രവർത്തനം സംഘടിപ്പിക്കുകയും ഇതിലൂടെ കുട്ടികളിൽ ശുചിത്വശീലം, സഹകരണം, അനുസരണ, ശാസന, സാമൂഹിക ബോധം എന്നിവ വളർത്തിയെടുക്കാനും സാധിച്ചു. വിദ്യാർത്ഥികളുടെ കഴിവുകളും പ്രതിഭകളും കണ്ടെത്തുകയും വളർത്തുകയും ചെയ്യുന്നതിനായി അലിഫ് ടാലന്റ് സെർച്ച് പരീക്ഷകൾ നടത്തുന്നുണ്ട്. സ്കൂൾ തലമേളകളിലും സബ് ജില്ലാ തലമേളകളിലും നമ്മുടെ കുട്ടികൾ മികച്ച രീതിയിൽ തന്നെ പ്രകടനം കാഴ്ചവെച്ചു. ദേശീയോത്സവമായ ഓണം വിദ്യാലയത്തിൽ വിവിധ പരിപാടികളോടെ നടന്നു.
കുട്ടികളും അധ്യാപകരും ചേർന്ന് ഓണപ്പൂക്കളമൊരുക്കി തിരുവാതിര, ഓണപ്പാട്ടുകൾ, ഓണക്കളികൾ എന്നിവയും ഉണ്ടായിരുന്നു. വിഭവസമൃദ്ധമായ ഓണസദ്യയും ഒരുക്കിയിരുന്നു. സ്കൂൾ തല കായികമേളയിലും സബ് ജില്ലാ തല കായികമേളയിലും കുട്ടികൾ പങ്കെടുത്തു. പങ്കെടുത്തവർക്ക് പ്രോത്സാഹനമായി മെഡലുകൾ നൽകി. സ്കൂൾ കലോത്സവത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചവർ സബ് ജില്ലാ കലോത്സവത്തിലും മികവ് പുലർത്തി. കേരള തനിമ വിളിച്ചോതുന്ന പോസ്റ്ററുകൾ, കേരള ചരിത്ര വീഡിയോകൾ, കേരള പിറവി ഗാനങ്ങൾ, നൃത്തങ്ങൾ എന്നിവ കൊണ്ടെല്ലാം കേരള പിറവി ദിനം ആഘോഷിച്ചു. കൊപ്പം ഗവ ആയുർവേദ ഡിസ്പെൻസറി PECയുമായി ചേർന്ന് നടപ്പാക്കിയ യോഗ പരിശീലനം പ്രമോദ് സാറിന്റെ നേതൃത്വത്തിൽ നടന്നുവരുന്നു. പഠന ഇടവേളകളിൽ കുട്ടികളിൽ കായികശേഷി ലക്ഷ്യം വെച്ചുകൊണ്ട് PET പീരീഡുകൾ കാര്യക്ഷമമായി നടത്തുന്നു. മാനേജ്മെന്റിന്റെ നേതൃത്വത്തിൽ ബിരിയാണി നൽകാറുണ്ട്. ധാരാളം സ്പെഷ്യൽ വിഭവങ്ങളും പായസവും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. നിറങ്ങളെ പരിചയപ്പെടുത്തുക എന്ന ലക്ഷ്യത്തിൽ ഓരോ നിറവും ഉൾപ്പെടുത്തി ഓരോ ദിവസങ്ങളായി ആഘോഷിക്കുന്നു. 2025-26 അധ്യയന വർഷാരംഭം മുതൽ കുട്ടികളിലെ പൊതുവിജ്ഞാനം വളർത്തിയെടുക്കുക എന്ന ലക്ഷ്യത്തിൽ തുടങ്ങിയ അറിവ് നേടാം എന്ന പദ്ധതിയുടെ ഭാഗമായുള്ള മെഗാ ക്വിസ് രക്ഷിതാക്കൾക്കും കുട്ടികൾക്കുമായി നടത്തി. ഈ വർഷത്തിൽ നടന്ന പ്രവർത്തനങ്ങളുടെ സംക്ഷിപ്ത രൂപമാണ് ഇവിടെ അവതരിപ്പിച്ചത്. സമയപരിമിതി മൂലം ഇതിൽ ഉൾപ്പെടുത്താൻ പറ്റാത്ത ധാരാളം പ്രവർത്തനങ്ങൾ ഇനിയുമുണ്ട്. രക്ഷിതാക്കളിൽ നിന്നും മാനേജ്മെന്റിൽ നിന്നും അധ്യാപകരിൽ നിന്നും ലഭിച്ച സഹായ സഹകരണം ഒന്നുകൊണ്ട് മാത്രമാണ്. ഇനിയും കൂടുതൽ വിദ്യാർത്ഥികൾ ഈ വിദ്യാലയത്തിലേക്ക് പഠനത്തിന് വന്ന് ഉന്നത നിലവാരത്തിൽ എത്തട്ടെ എന്ന് ആഗ്രഹിക്കുന്നതോടൊപ്പം ഭാവിയിലും ഈ വിദ്യാലയത്തിന്റെ എല്ലാവിധ വികസനത്തിനുമുള്ള സഹായ സഹകരണങ്ങൾ എല്ലാവരോടും അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ റിപ്പോർട്ട് ഞാൻ ബഹുമാനപുരസ്സരം ഇവിടെ സമർപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.